ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം AI ഉപയോഗിച്ച് ടെക്സ്റ്റിനെ എങ്ങനെ ദൃശ്യങ്ങളായി മാറ്റാമെന്ന്. ഹലോ എവ്രിവൺ, ദിസ് ഈസ് ആശ രാജീവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കയ്യിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കോണ്ടൻറ്റ് സ്ലൈഡിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ റിലേറ്റ് ചെയ്ത് ഒരു വിഷ്വൽ ഡേറ്റ ഇല്ല. എന്ത് ചെയ്യണം എന്നാണ് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാരമില്ല, അതിനും സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഒരു AI ടൂളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഗൂഗിൾ ക്രോം പോയി napkin.ai എന്ന് ടൈപ്പ് ചെയ്യുക. ഒരു പേജ് ഓപ്പണായി വരും. ആദ്യത്തെ ടോപ്പിക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി വേണം സൈൻ ഇൻ ചെയ്യാൻ. സൈൻ ഇൻ ചെയ്യുമ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അത് ജസ്റ്റ് ഫില്ലപ്പ് ചെയ്താൽ മതി. ഫില്ലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇനി ഇവിടെ ന്യൂ നാപ്കിനിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും, ഡ്രാഫ്റ്റ് വിത്ത് AIയും ബ്ലാങ്ക് നാപ്കിൻ. നിങ്ങളുടെ കയ്യിൽ കോണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ബ്ലാങ്ക് നാപ്കിൻ ക്ലിക്ക് ചെയ്താലും മതി. ഡ്രാഫ്റ്റ് വിത്ത് AI ഞാൻ പിന്നെ പറഞ്ഞുതരാം. ബ്ലാങ്ക് നാപ്കിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അൺടൈറ്റിൽഡ് പേജ് കാണും. അവിടെ നിങ്ങളുടെ കോണ്ടൻറ്റ് പേസ്റ്റ് ചെയ്താൽ മതി. ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോണ്ടൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബ്ലൂ മാർക്ക് കാണാൻ പറ്റും. ആ ബ്ലൂ മാർക്കിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI ഓട്ടോമാറ്റിക്കലി ഒരു വിഷ്വൽ ഡേറ്റ ജനറേറ്റ് ചെയ്ത് തരും. ഇതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ചില സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും ഏത് സെലക്ട് ചെയ്യണമെന്ന്. ഇനി ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് ഉണ്ട്, ജനറേറ്റ് മോർ എന്ന് പറഞ്ഞാൽ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം വേറെ കുറേ വിഷ്വൽ റിപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. നാപ്കിൻ AIൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഏതെങ്കിലും പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. 3 ഡോട്ട്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഏത് കളർ കൊടുക്കണം എന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ടൈറ്റിലിന് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ടൈറ്റിൽ നമുക്ക് ബോൾഡ് കൊടുക്കാം, പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, പിന്നെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്. ഈവൻ ടൈറ്റിലിന് വരെ നമുക്കൊരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമ്മുടെ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ടൈറ്റിൽ നമുക്കൊരു കളർ കൊടുക്കണമെങ്കിലും നമുക്കത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് സബ് ടോപ്പിക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. സെയിം പ്രോസസ്സ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റണമെങ്കിൽ മാറ്റാം, ബോൾഡ്, എന്ത് വേണമെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇമേജിന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഓക്സിജൻ ആൻഡ് ഷുഗേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ പിക്ചർ മാറ്റണം. സോ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് കിട്ടും. ഏത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ പിക്ചർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പം എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് PDF, PNG ആൻഡ് SVGയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PDF സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കളർ മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് മോഡുണ്ട്, ലൈറ്റ് മോഡുണ്ട്. ഇനി PNG സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. റെസൊല്യൂഷൻ മോഡുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കളർ മോഡുണ്ട്. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിപ്പ് ബോർഡ് നമുക്ക് കോപ്പി ചെയ്ത് ഡിസൈഡ് ലൊക്കേഷനിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ PPTയിൽ വെക്കാൻ വേണ്ടി. സോ ഞാൻ ക്ലിപ്പ് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്ത് ഞാൻ എൻ്റെ PPTയിൽ പോയി പേസ്റ്റ് ചെയ്യും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ PPTനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഡ്രാഫ്റ്റ് വിത്ത് AI വെച്ച് എങ്ങനെ കോണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാമെന്ന്. നാപ്കിൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡ്രാഫ്റ്റ് വിത്ത് AIനെ സെലക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും, ജനറേറ്റ് ടെക്സ്റ്റ് യൂസിങ് AI. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് എഴുതി കൊടുക്കണം. ഞാൻ കൊടുക്കുന്നത് പ്ലീസ് പ്രൊവൈഡ് മീ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൺ ടൈപ്സ് ഓഫ് മസിൽസ് ഇൻ അവർ ബോഡി. പിന്നെ കണ്ടിന്യൂയിൽ ക്ലിക്ക് ചെയ്യുക. പ്രോംപ്റ്റിൻ്റെ ബേസിസിൽ AI ജനറേറ്റ് ചെയ്ത് തരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് വിഷ്വൽ ഡേറ്റ ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. സെയിം പ്രോസസ്സ് തന്നെ. ഓരോ പാരഗ്രാഫിൻ്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ബ്ലൂ മാർക്ക് കാണാൻ പറ്റും. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് നാപ്കിൻ AI മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.